ശക്തമായിട്ടുള്ള തിരമാലകൾ അടിക്കുന്ന ഒരു കടൽ തീരം. ഈ ഒരു സമയത്ത് കടലിനുള്ളിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവന്റെ ചുറ്റുമായിട്ട് ആയിരക്കണക്കിന് വരുന്ന കാക്കകള് അങ്ങനെ പറന്നു വരുന്നുണ്ട്. അവിടെ മാത്രമല്ല, ഇവൻ ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് മുഴുവനും ഈ ഒരു കാക്കകളുടെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പടത്തിന്റെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ചെറുതായ സമയത്ത് അവളുടെ സ്വന്തം അച്ഛൻ അവൾ ഒരുപാട് അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഉറക്കത്തിന് ഞെട്ടി എണീക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവളുടെ ബെഡിൽ നിന്ന് ഒരു കാക്കയുടെ തൂവല് അവൾക്ക് കിട്ടുന്നുണ്ട്. ഇവള് ഈ ഒരു സിറ്റിയിൽ പോലീസ് ആയിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിഫോം എല്ലാം ഇട്ടിട്ട് ഇവളുടെ വീട് വിട്ടിട്ട് അവളിപ്പോ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പൊ ഇവള് പോകുന്നതെല്ലാം വേറെ ആരോ നോക്കിയിരിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുകയാണ്. ഇപ്പൊ സിറ്റിയുടെ വേറൊരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീനേജ് പയ്യൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് അവന്റെ കാറും ഓടിച്ചിട്ട് ആ ഒരു ഭാഗത്തുകൂടി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ഹീറോനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റി കൂടെ ഇപ്പൊ പെട്രോളിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇവളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഫസ്റ്റത്തെ സീനിൽ കണ്ടിട്ട് ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളുണ്ടല്ലോ, അവനിപ്പോ ആ ഒരു തെരുവിന്റെ നടുവിലായിട്ട് അങ്ങനെ നിൽക്കുന്നത് കാണുകയാണ്. ഇവൻ ആരാണ്, എന്തിനാണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് അവൾക്ക് ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കുന്ന സമയത്ത് ആ ഒരു ടീനേജ് പയ്യൻ അതിവേഗം ആ ഒരു കാർ ഓടിച്ചിട്ട് ഇയാളുടെ നേരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് അയാളെ ഇടിക്കാനായിട്ട് ഇവന്റെ കാറ് വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് ഇപ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്നാൽ ആ ഒരു കാറിന്റെ അടുത്ത് ചെന്ന് നോക്കിയ സമയത്ത് ആ ഒരു കാറിൽ ഒരുപാട് രക്തത്തിന്റെ കറകൾ ഉണ്ടായിരുന്നു. എന്നാൽ അയാളെ മാത്രം അവിടെ ഒന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഒരു ടീനേജ് പയ്യന്റെ അടുത്ത് അയാൾ എങ്ങോട്ടേക്ക് തെറിച്ചു പോയെന്നുള്ളത് നീ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടാണ് അവളോട് സംസാരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒരാളെ നീ ഇടിച്ചിട്ടു, നീ അയാളെ കണ്ടില്ല, അതൊക്കെ ഓക്കെ, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവൾ അറസ്റ്റ് ചെയ്യാണ്. ഇപ്പോ അവനെയും കൂട്ടിയിട്ട് അവള് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാണ്. അവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മളെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലുള്ള ഒരു നോട്ടീസ് ബോർഡാണ്. അവിടെ ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവൾ കൂട്ടിയിട്ട് വന്നിട്ടുള്ള ആ ഒരു പയ്യനെ അവളുടെ ചീഫിന്റെ അടുത്ത് കൊണ്ടേ കാണിക്കുന്നുണ്ട്. ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് തന്നെ ഒരു സൈക്കോനെ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഒരു പയ്യനെ കണ്ടപ്പോ തന്നെ നമ്മുടെ ചീഫ് വന്നിട്ട് പറയണം, ഓഹോ ഇത് നമ്മുടെ സാറാണല്ലോ, ഇവൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് റാഷ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്റ്റേഷനിലേക്ക് വരാറുണ്ട്. നീ വലിയ ഫാൻഡം ബൈലിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചീഫ് പോയിട്ട് അവന്റെ വയറ്റിലേക്ക് തന്നെ നല്ല രീതിക്ക് ഒരു കുത്തു കൊടുക്കുകയാണ്. അതിനുശേഷം അവന്റെ പേര്, വയസ്സ്, അതുപോലെ തന്നെ അവന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ വെച്ചിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ പേരിൽ കേസ് എടുക്കുന്നത്, എന്തിനാ എന്നെ ജയിലിടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇവൻ ഒരാളെ ഇടിച്ചിട്ടുണ്ടായിരുന്നു, അയാൾ ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പോയിട്ട് ആ ഒരു ബോഡി കണ്ടുപിടിക്കുക, അതിനുശേഷം എന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാനൊക്കെ പറയാണ് ആ പയ്യൻ. ഇപ്പൊ ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാറിലിരിക്കുന്ന വേറെ രണ്ട് പോലീസ് ഓഫീസറെ നമ്മൾ കാണുന്നുണ്ട്. ഇവർ ശരിക്കും പോലീസുകാരാണോ എന്ന് പോലും വിചാരിക്കുന്ന തരത്തിലാണ് ഇവർ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്രോളിങ്ങിന് വന്ന ഇവര് ആ ഒരു കാറിൽ കിടന്നിട്ട് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുകയാണ്. ഇപ്പൊ അവരുടെ വോക്കി ടോക്കിലേക്ക് നമ്മുടെ ഹീറോയിൻ അയച്ചിട്ടുള്ള ആ ഒരു മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾ പെട്രോളിംഗ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ഭയങ്കര ഹൈറ്റ് ആയിട്ട് താടിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുള്ള ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ടായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ ചീഫിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീനേജ് പയ്യൻ അവിടെ നിന്ന് ഡ്രസ്സ് മാറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുമാതിരി അവനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ് ഇയാള്. ഈ ഒരു കാര്യമൊക്കെ എന്തിനാ നീ ഇത്ര വലിയ സീരിയസ്